മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് കൺട്രോൾ റൂം തുറന്നു. നിപ്പ രോഗലക്ഷണങ്ങളുള്ള 10 പേരുടെ സാമ്പിൾ എടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് സാമ്പിൾ ശേഖരിച്ചത്. മരിച്ച യുവാവിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് സമ്പർക്ക പട്ടിക തയ്യാറാക്കും. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകും. വിപിൻ, ഏതൊക്കെ തരത്തിലുള്ള ഒരു ജാഗ്രത മുൻകരുതൽ നടപടികളൊക്കെയാണ് ഇപ്പോൾ മലപ്പുറത്ത് സ്വീകരിച്ചു വരുന്നത്? അതോടൊപ്പം ഈ മരിച്ചയാളുടെ സമ്പർക്ക പട്ടിക അത് ഏത് രീതിയിലാണ് തയ്യാറാക്കുന്നത്? കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ്. പ്രവർത്തനമൊക്കെ ഏത് രീതിയിലാണ്? മലപ്പുറത്ത് ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് ഇപ്പോഴുള്ളത് വിപിൻ? ശ്രീഷ്മി, പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിവേഗം തന്നെ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിപ കൺട്രോൾ റൂം മലപ്പുറത്ത് തുടങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ നിയന്ത്രണങ്ങളിലും പ്രത്യേക നിയന്ത്രണങ്ങളും പൊതു നിയന്ത്രണങ്ങളും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞു. അതിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ 5 കണ്ടെയ്ൻമെന്റ് സോണുകളാണുള്ളത്. 5 വാർഡുകളിലായിട്ടാണ് ഈ കണ്ടെയ്ൻമെന്റ് സോണുകൾ ആക്കിയിരിക്കുന്നത്. ഇവിടെ കൂട്ടം കൂടാൻ പാടില്ല. ഒപ്പം തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടണം. സിനിമാ തിയേറ്ററുകൾ അടച്ചിടണം. മാസ്ക് അവിടെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ആകെ തന്നെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൂട്ടം കൂടുന്നതൊക്കെ പരമാവധി കുറയ്ക്കണം. ഇപ്പോൾ വിവാഹാഘോഷം പോലുള്ള കാര്യങ്ങളിൽ പരമാവധി ആളുകളുടെ എണ്ണം കുറയ്ക്കണം. നമ്മൾ ഇതിനു മുൻപുണ്ടായിരുന്നപ്പോൾ ഒക്കെയുള്ള അതേ പ്രോട്ടോകോളിലേക്ക് വീണ്ടും മലപ്പുറം 2 മാസത്തിനുള്ളിൽ തന്നെ മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഒപ്പം ഇവിടെ ഈ ഫീവർ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി 5 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഫീവർ സർവേ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 5 ടീമുകളായി ഓരോ വാർഡിലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. 5 പേരെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ സാമ്പിളുകൾ ഇതിനോടകം തന്നെ കോഴിക്കോട് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ചെറുതായി ലക്ഷണങ്ങളുള്ള പനിയോ അല്ലെങ്കിൽ കടുത്ത ചുമയോ ഒക്കെ ഉള്ള ആളുകളുടെ 5 പേരുടെ സാമ്പിൾ കൂടി എടുത്ത് അത് കോഴിക്കോട് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 10 പേരുടെ സാമ്പിളുകളാണ് ഇതിനോടകം കോഴിക്കോട്ടേക്ക് അയച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഫലം ഇന്ന് വൈകുന്നേരത്തോടു കൂടി വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്നുള്ളത് ഈ കോൺടാക്റ്റ് ട്രേസിംഗ് ആണ്. കോൺടാക്റ്റ് ട്രേസിംഗ് നടത്തുന്നതിൻ്റെ ഒരു ഘട്ടമായി ഈ പനി അല്ലെങ്കിൽ നിപ ബാധിച്ച യുവാവ് ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചിട്ടാണ് ഇതിൻ്റെ എവിടെയൊക്കെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് എടുക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് പോയി എന്നുള്ളത് എടുത്തുകൊണ്ടാണ് ഒരു അന്തിമ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 151 പേരാണ് ക്വാറന്റൈനിൽ കഴിയുന്നത്. ഈ പട്ടിക വിപുലീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അതിനുശേഷമായിരിക്കും റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ളവ ഇറക്കുന്നത്. പനി ബാധിച്ചിട്ട് തന്നെ 4 ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആ സ്റ്റാഫുകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ക്വാറന്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ പട്ടിക വിപുലീകരിക്കപ്പെടും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെയായി മലപ്പുറത്ത് കുറച്ചുകൂടി നിപ്പയുടെ ജാഗ്രതയിലേക്ക് കടക്കുകയാണ് ശ്രീലക്ഷ്മി. ശരി വിപിൻ, മലപ്പുറം കൂടുതൽ ജാഗ്രതയിലേക്ക് കടക്കുകയാണ്. മരിച്ച യുവാവിന്റെ മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പുകളിലൊക്കെയാണ് ആരോഗ്യവകുപ്പ്.